ഗാസയിലെ വെടിനിർത്തലിന് അമേരിക്ക മുന്നോട്ട് വെച്ച 20 നിർദ്ദേശങ്ങളിൽ ഹമാസിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് അന്താരാഷ്ട്ര ലോകം. ഹമാസ് സൈനിക തലവൻ ഒരുപക്ഷെ അമേരിക്കയുടെ പദ്ധതി അംഗീകരിച്ചേക്കില്ല എന്ന സൂചനകൾ വരുന്നുണ്ട്. ഹമാസ് സൈനിക തലവനായ ഇസദ്ദീൻ അൽ ഹദ്ദാദുമായി മധ്യസ്ഥന്മാർ നടത്തിയ ചർച്ചയിൽ അമേരിക്കൻ പദ്ധതിയോട് ഹദ്ദാദ് വിസമ്മതിച്ചതായി സൂചനയുണ്ട്. അമേരിക്കൻ പദ്ധതി ഹമാസിനെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്നാണ് ഇസദ്ദീൻ അൽ ഹദ്ദാദ് കരുതുന്നത്. വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഹമാസിനെ അവസാനിപ്പിക്കുമെന്നും അതുകൊണ്ട് പോരാടാൻ തന്നെയാണ് ഉദ്ദേശമെന്നും അൽ ഹദ്ദാദ് മധ്യസ്ഥരെ അറിയിച്ചതായാണ് സൂചന. ഇസ്രായേൽ തുടക്കത്തിൽ തന്നെ അംഗീകരിച്ച അമേരിക്കയുടെ 20 പദ്ധതിയിൽ ഹമാസിന്റെ തീരുമാനത്തിനായാണ് ലോകം കാത്തിരിക്കുന്നത്. അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളും അമേരിക്കയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നു. UAE അടക്കം 8 അറബ് രാഷ്ട്രങ്ങൾ സംയുക്ത പ്രസ്താവനയും ഇറക്കി. അപ്പോഴും ഹമാസ് അനുകൂലമായോ പ്രതികൂലമായോ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 10,000-കണക്കിന് സാധാരണക്കാർ മരിച്ചു വീണിട്ടും ഹമാസിന്റെ ഭാഗത്തു നിന്ന് യുദ്ധം ഒഴിവാക്കാനുള്ള നടപടികൾ ഇല്ലാത്തത് ദൗർഭാഗ്യകരമാണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരും പറയുന്നത്. അതേസമയം ഖത്തറിൽ തങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഹമാസിലെ ചില രാഷ്ട്രീയ നേതൃത്വത്തിന് അമേരിക്കൻ പദ്ധതിയോട് നേരിയ തോതിലെങ്കിലും അനുകൂല നിലപാടുണ്ട് എന്നും മനസ്സിലാകുന്നു. പക്ഷേ അതിലും ചില പ്രതിസന്ധി ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ബന്ദികളുടെ കാര്യത്തിലടക്കം നേരിട്ട് നിയന്ത്രണമില്ലാത്തവരാണ് ഈ രാഷ്ട്രീയ നേതൃത്വം. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ സൈനിക വിഭാഗത്തോട് പദ്ധതി അംഗീകരിക്കാൻ ആവശ്യപ്പെടാനുള്ള സ്വാധീനം തങ്ങൾക്ക് ഇല്ലെന്നും ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് നന്നായി അറിയാം. അപ്പോഴും ചില അഡ്ജസ്റ്റ്മെന്റുകളോടെ തന്നെ അമേരിക്കൻ പദ്ധതി അംഗീകരിക്കാനും ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഹമാസ് രാഷ്ട്രീയ നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. ഹമാസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോഴും 48 ബന്ദികൾ ശേഷിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. ഇതിൽ തന്നെ 20 പേരാണ് ജീവനോടെ ശേഷിക്കുന്നത് എന്നാണ് നിഗമനം. ഹമാസിന്റെ ആകെയുള്ള വിലപേശൽ തുറുപ്പുചീട്ടായ ഈ ബന്ദികളെ വിട്ടുകൊടുക്കുന്നത് തിരിച്ചടിയാകുമോ എന്നും ഹമാസ് നേതൃത്വം ചിന്തിക്കുന്നു. ബന്ദികളെ വിട്ടുകൊടുക്കുകയും ശേഷം ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയും ചെയ്താൽ അതും ഹമാസിന് തിരിച്ചടിയാകും. കൂടാതെ ഗാസയിൽ ഇടക്കാല ഭരണസമിതി എന്ന ആശയത്തിലും ഹമാസിന് ആശങ്കയുണ്ട്. താൽക്കാലിക അന്താരാഷ്ട്ര സമിതി എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നുണ്ട് എങ്കിലും അമേരിക്കയുടെ ഈ പദ്ധതി അധിനിവേശത്തിന്റെ മറ്റൊരു രൂപമാകുമോ എന്നാണ് ആശങ്ക. ഇതിനു പുറമെ ഘട്ടം ഘട്ടമായി ഇസ്രായേലി സേനയുടെ പിന്മാറ്റം ഏത് തരത്തിലായിരിക്കും നടപ്പിലാക്കപ്പെടുക എന്ന കാര്യത്തിലും ഹമാസിന് ആശങ്ക നിലനിൽക്കുന്നു. ഗാസയുടെ ഈജിപ്ത് ഇസ്രായേൽ അതിർത്തികളിൽ സെക്യൂരിറ്റി ബഫർ സോൺ എന്ന ആശയം ഏത് തരത്തിലായിരിക്കും എന്നാണ് ഹമാസിന് ആശങ്ക. സെക്യൂരിറ്റി ബഫർ സോണിൽ ഇസ്രായേൽ കൂടി ഭാഗമായാൽ അത് മറ്റൊരു കലഹത്തിനും കാരണമാകുമെന്ന് ഹമാസ് കണക്കുകൂട്ടുന്നുണ്ട്. അമേരിക്ക രൂപം നൽകിയ വെടിനിർത്തൽ പദ്ധതിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറി തുടങ്ങിയോ എന്ന സംശയവും ഇപ്പോൾ വരുന്നുണ്ട്. ഇന്നലെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ഗാസയുടെ ചില ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യം നിലനിൽക്കുമെന്ന സൂചനകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന പദ്ധതിയെ അതിശക്തമായി തന്നെ എതിർക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും ഇത് അമേരിക്കൻ പദ്ധതിക്ക് എതിരാണ്. കാരണം അമേരിക്കൻ പദ്ധതി പ്രകാരം ഇസ്രായേലി സൈന്യം ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പൂർണ്ണമായും പിന്മാറുമെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത്. പക്ഷേ ഇതിന് കടകവിരുദ്ധമാണ് നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന. അതോടൊപ്പം അമേരിക്കൻ പദ്ധതി പൂർണ്ണമായും നടപ്പിലായാൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്കും അത് വഴി തുറക്കുമെന്ന് അമേരിക്കൻ പദ്ധതി ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകാതെ ആയുധം താഴെ വെക്കില്ല എന്ന് ഹമാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അതിനിടെ വെടിനിർത്തൽ പദ്ധതി അംഗീകരിച്ച ശേഷവും ഇസ്രായേൽ വെല്ലുവിളി തുടരുകയാണ്. ഇന്നലെ മാത്രം നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 73 പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇന്നലെ പുലർച്ചെ മുതൽ ഗാസയുടെ വിവിധ ഭാഗങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേൽ തുടർച്ചയായ ആക്രമണമാണ് നടത്തിയത്. ഗാസ സിറ്റിയിൽ മാത്രം ഒരു കുഞ്ഞുൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. സെൻട്രൽ ഗാസയിൽ 14 പേരും ഗാസയുടെ തെക്ക് ഭാഗത്ത് 28 പേരും കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ചിലർക്ക് വ്യോമാക്രമണത്തിലും മറ്റു ചിലർക്ക് ഡ്രോൺ ആക്രമണത്തിലുമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. വെടിയേറ്റ് കൊല്ലപ്പെട്ടവരുമുണ്ട്. അൽട്ടിന, മൊരാഗ് മേഖലകളിൽ ഭക്ഷണത്തിന് വരി നിൽക്കുന്നവർക്ക് നേരെയും ഇസ്രായേൽ സൈന്യം വെടിവെപ്പ് നടത്തുകയും പലർക്കും ജീവൻ നഷ്ടമാകുകയും ചെയ്തു. ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വടക്കൻ ഗാസയിൽ നിന്നുള്ളവർക്ക് ഇസ്രായേൽ അന്ത്യശാസനം നൽകി വരികയാണ്. അല്ലാത്തപക്ഷം മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്നാണ് ഇസ്രായേലിന്റെ അന്ത്യശാസനം. പലരും വടക്കൻ ഗാസ വിട്ട് തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്യുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ മരിച്ചാലും പോരാടി മരിക്കും എന്ന ദൃഢനിശ്ചയത്തിലുമാണ്.